നമസ്കാരം. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി രംഗത്ത് വന്നു. പ്രദേശത്ത് പതിവായി ബോംബ് നിർമ്മാണം നടക്കുന്നതായും പലതവണ പറമ്പുകളിൽ നിന്ന് ബോംബ് കണ്ടെടുത്തിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വേലായുധൻ്റെ അയൽവാസി സീന പറഞ്ഞു. പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തതെന്നും സഹികെട്ടാണ് തുറന്നു പറയുന്നത് എന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിക്കാർ ഇതിനു മുൻപും പലതവണ ബോംബ് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഇവരുടെ താവളമാണ്. പലരും പേടിച്ചിട്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. മിണ്ടിയാൽ അവരുടെ വീടുകളിൽ ബോംബെറിയും. പിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഇന്നലെ മരിച്ചത് ഒരു സാധാരണക്കാരനാണ്. ഭയമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളുടെ കുട്ടികൾക്ക് പറമ്പിലൂടെ കളിച്ചു നടക്കാൻ കഴിയണം എന്നും സീന മാധ്യമങ്ങളോട് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും എരഞ്ഞോളി CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനും വെളിപ്പാടകലെയുള്ള വീട്ടിലാണ് ഇന്നലെ സ്ഫോടനമുണ്ടായത്. പറമ്പിൽ തേങ്ങ പെറുക്കാനായി എത്തിയ വേലായുധൻ സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. തേങ്ങ പെറുക്കുന്നതിനിടയിൽ കയ്യിൽ കിട്ടിയ സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബോംബ് നിർമ്മാണം CPMൻ്റെ അറിവോടെയാണെന്ന് കോൺഗ്രസും BJPയും ആരോപിച്ചു. തലശ്ശേരിയിൽ ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങയെടുക്കാനെത്തിയ 85-കാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സംഭവം ഇന്ന് നിയമസഭയിൽ വലിയ ചർച്ചയായി. CPMന് ചിഹ്നം പോയാൽ AK ബാലൻ പറഞ്ഞതുപോലെ ഈനാം പേച്ചിയും മരപ്പട്ടിയും വേണ്ട, ബോംബ് മതിയെന്ന് സണ്ണി ജോസഫ് MLA പരിഹസിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങൾ ആരും തുറന്നു നോക്കരുത് എന്ന നിർദ്ദേശം നൽകണമെന്ന് VD സതീശൻ പരിഹസിച്ചു. ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങ എടുക്കാനെത്തിയ ആളാണ് മരിച്ചത്. എടുത്ത് നോക്കിയതും കയ്യിലിരുന്ന് ബോംബ് പൊട്ടുകയായിരുന്നു. മുഖം പോലും ബാക്കിയുണ്ടായില്ല. പാർട്ടിയിലെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ എന്നാണ് പ്രതിപക്ഷ ആരോപണം. സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബോംബാണ് ഇതെന്നും VD സതീശൻ ആരോപിച്ചു. വയോധികൻ മരിച്ച സംഭവം ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ സമാധാനം തകർക്കാനുള്ള ശ്രമം കർശനമായി തടയും. ബോംബ് നിർമ്മാണത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് ഉണ്ടാക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത്. എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? സ്വന്തം പാർട്ടിക്കാരല്ലേ മരിച്ചത്? എത്ര പേരുടെ കൈയും കാലും പോയി? തൊഴിൽ ഉറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ, പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, ആക്രി പെറുക്കാൻ പോയവർ, അങ്ങനെ എത്രയെത്ര നിരപരാധികൾക്കാണ് പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റിയതിൻ്റെയും മരിച്ചതിൻ്റെയും പട്ടിക തൻ്റെ കയ്യിലുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഐസ്ക്രീം പാത്രത്തിൽ ബോംബ് വെച്ചപ്പോൾ അത് ഐസ്ക്രീമാണെന്ന് കരുതി കളിക്കളത്തിൽ വെച്ച് തുറന്നു പരിക്കേറ്റ എത്ര കുട്ടികളുണ്ട്? ഇങ്ങനെയെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ കണ്ടാൽ തുറന്നു നോക്കരുത് എന്ന നിർദ്ദേശം കൂടി സർക്കാർ കണ്ണൂരിലെ ജനങ്ങൾക്ക് നൽകണം. ഇപ്പോൾ മരിച്ച വയോധികന് 85 വയസ്സ് പ്രായമുണ്ട്. മുഖം പോലും വികൃതമായി പോയി. എത്ര ക്രൂരമായ നിലയിലാണ് നിരപരാധി കൊല ചെയ്യപ്പെട്ടത്? നിങ്ങൾ ആർക്കെതിരെയാണ് ബോംബുണ്ടാക്കുന്നത്? 2 പാർട്ടി ഗ്രാമങ്ങളിലെ CPMലെ തന്നെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ബോംബ് ഉണ്ടാക്കിയത്. സ്വന്തം പാർട്ടിക്കാർക്കെതിരെ എറിയാൻ നിർമ്മിച്ച ബോംബാണ് പൊട്ടിയത് എന്ന് ആർക്കാണ് അറിയാത്തത് എന്നും VD സതീശൻ ചോദിച്ചു. CPM നേതാക്കളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള 2 ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സംഘം പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് കർഷക സംഘം ഓഫീസിന് പിന്നിൽ ബോംബ് ഉണ്ടാക്കി വെച്ചത് എന്നും സതീശൻ കുറ്റപ്പെടുത്തി.